ഇന്നെന്തിനാണാവോ അടി കിട്ടിയത്? ഞാൻ ഇപ്പൊ യൂട്യൂബ് ചാനലിൽ ഒരു പ്രാങ്ക് ഷോ തുടങ്ങിയില്ലേ. അടി കിട്ടാൻ പറ്റിയ ഐറ്റം. എന്തായിരുന്നു പ്രാങ്ക്? ഈ ട്രാവൽ ഏജൻസി പോയിട്ട് ദേശാനക്കിളിക്ക് വിസ ആണെന്ന് പറഞ്ഞ് ഞാൻ കലിപ്പുണ്ടാക്കി. അത് പ്രാങ്ക് ഷോ ആണെന്ന് പറയുന്നതിന് മുമ്പ് പട്ടന്മാരെന്നെ കയറി അടിച്ചളിയാ. എന്നിട്ട് അതിലൊരുത്തം വന്നിട്ട് നിന്റെ ദേശാനക്കിളിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റ മൈനെന്ന് പറഞ്ഞു. അതിന് ഇടിച്ചളി തന്നെ. നീ ഈ പരിപാടി നിർത്തണാണ് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ആണല്ലേ, എനിക്കത് തോന്നി. അളിയാ, ആ അണ്ണൻ മറ്റേ ബാഹുബലി കട്ടപ്പേറ്റ് അഭിനയിച്ചല്ലേ? അത് നമ്മുടെ രാമൈ. പിന്നെ അണ്ണാന്ന് വിളിക്കണ്ട, അവന് 10-25 വയസ്സേ ഉള്ളൂ, നമ്മളെക്കാളും ഇളയത്. കണ്ട അത്രയൊക്കെ തോന്നെങ്കിലും പാവണ്ടാ, ഒരു അപ്പാവി. അപ്പാവിയാ? അളിയടാ ഇവനൊക്കെ ദൈവം തലയിൽ മുടി കൊടുത്തല്ലേ? അനിയ ഇപ്പൊ മനസ്സ് വിചാരിച്ചത് ഇവനൊക്കെ തലയിൽ ദൈവം മുടി കൊടുത്തെന്നല്ലേ? എങ്ങനെ മനസ്സിലായി? അനിയനത് മാത്രമല്ലേ കുറവായിട്ടുള്ളൂ. സത്യം ചേട്ടാ, ചേട്ടനൊരു കാര്യം അറിയാമോ? എനിക്ക് ഗവൺമെന്റ് ജോലിയാണ്. എന്റെ കാമുകിയുടെ വീട്ടിൽ ഞാൻ പെണ്ണാലോചിച്ചു പോയി. അവളെ അച്ഛൻ റിയൽ എസ്റ്റേറ്റ് ആണ്. അവളെ അച്ഛൻ എന്റെ തല കണ്ടിട്ട് ചോദിക്കുന്നു സെന്റിന് എത്ര വിലയെന്ന്. ഇൻസൾട്ട്. ഞാൻ ഇല്ലാണ്ടായിപ്പോയി ബ്രോ. ഈ ലോകത്ത് അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലല്ലോ. അനിയ, അസൂയക്ക് മരുന്നില്ല, പക്ഷെ കഷണ്ടിക്കുള്ള സൊല്യൂഷൻ ഉണ്ട്. പ്രാങ്ക് പ്രാങ്കൊന്നും അല്ല. അനിയ നാളെ എന്നോട് വാ, ഈ കഷണ്ടി ഞാൻ മാറി തരും. ചേട്ടൻ എന്താ പെട്ടെന്ന് ഈ ഹെയർ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചത്? ഞാൻ എൻ്റെ കാമുകിയുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു. അപ്പൊ അവളുടെ അച്ഛൻ ചേട്ടന്റെ തല കണ്ടിട്ട് സെന്റിന് എത്ര വിലയെന്ന് ചോദിച്ചോ? അയ്യോ, സെൻ്റല്ല, ഏക്കറ്. ആ ഇൻസൾട്ടാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. എന്നെയും? ആ, അല്ല, ഈ പ്രേമം എന്നൊക്കെ പറയുമ്പോ അത് കുറേ വർഷങ്ങൾ മുമ്പാണ്. അന്ന് ഈ ഹെയർ ഫിക്സിങ് സംവിധാനമൊന്നും ഇല്ല. ഇപ്പം അതുണ്ട്. സ്കിന്നുമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്, വിട്ടിരിക്കത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇത് നോൺ സർജിക്കലാണ്. ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലോട്ടൊന്നും ചെയ്യാതെ തന്നെ ഒരു തിൻ മെംബ്രെയിനാണ് നിങ്ങളുടെ സ്കിന്നിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലോ. എടാ, നീയും അടിപൊളിയായിട്ടുണ്ട്. ചേട്ടൻ ഇനി എങ്ങോട്ടാ? കാമുകിയുടെ അച്ഛനെ കാണാൻ. പുള്ളി ഇപ്പൊ എവിടെ ഉണ്ട്? കല്ലറ.